ഉണ്ണിമുകുന്ദന് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. വിഷ്ണു ശശിശങ്കർ. നടൻ ഉണ്ണിമുകുന്ദനെതിരെ ഗുരുതര ആരോപണവുമായി സംവിധായകൻ വിഷ്ണു ശശിശങ്കർ. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു സുമതി വളവിന്റെ സംവിധായകൻ വിഷ്ണു ശശിശങ്കർ. ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപ്പുറത്തിന്റെയും സംവിധായകൻ വിഷ്ണുവാണ്. മാളികപ്പുറം സംവിധാനം ചെയ്തത് വിഷ്ണു അല്ലെന്നും ഉണ്ണിമുകുന്ദനാണെന്നും താൻ പിന്നീട് മനസ്സിലാക്കിയെന്ന് മുരളി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ണിമുകുന്ദനെതിരെ വിഷ്ണു ആരോപണം ഉന്നയിച്ചത്. നിലവിലെ വിവാദങ്ങളിൽ ഉണ്ണിമുകുന്ദന് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നാണ് വിഷ്ണു പറയുന്നത്. ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷേ പിന്നിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം മാളികപ്പുറം സംവിധാനം ചെയ്തത് ഉണ്ണിമുകുന്ദനാണെന്ന വാർത്ത കേട്ട് ഞാൻ ഞെട്ടിയെന്ന് അഭിലാഷ് പിള്ള പറഞ്ഞു. മാളികപ്പുറത്തിന്റെയും സുമതി വളവിന്റെയും തിരക്കഥാകൃത്താണ് അഭിലാഷ് പിള്ള. ഉണ്ണിമുകുന്ദന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെയും അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾ വേറെ സംവിധായകനാവുകയും ചെയ്യുന്ന ട്രെൻഡ് എങ്ങനെ വന്നുവെന്ന് അറിയില്ല, അഭിലാഷ് പറഞ്ഞു. ഇറങ്ങിയ സമയം മുതൽ താനാണ് ചിത്രം സംവിധാനം ചെയ്തതെന്ന് ഉണ്ണിമുകുന്ദൻ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു നടന്നിരുന്നുവെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. താനും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണവും വിഷ്ണു വെളിപ്പെടുത്തുന്നുണ്ട്. തനിക്ക് വലിയ കരുതലും പിന്തുണയും നൽകിയ വ്യക്തിയായിരുന്നു ഉണ്ണിമുകുന്ദൻ. അങ്ങനെയല്ലെന്ന് ഒരിക്കലും പറയില്ലെന്നും വിഷ്ണു പറയുന്നു. ഞാനും ഉണ്ണിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ ഞാനത് വേണ്ട എന്ന് തീർത്തു പറഞ്ഞു. ഞാൻ അങ്ങനെ നോ പറയുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ആ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വിഷമം തോന്നി. മറ്റുള്ളവർ പറഞ്ഞാണ് ഇതെല്ലാം അറിയുന്നതെന്നാണ് വിഷ്ണു പറയുന്നത്. നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിലൂടെ 2 കോടി രൂപയുടെ നഷ്ടം വന്നുവെന്നും സുമതി വളവ് എന്ന ചിത്രം കാരണം 7 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നും മുരളി പറഞ്ഞിരുന്നു. കൂടാതെ മാളികപ്പുറം സിനിമ സംവിധാനം ചെയ്തത് ഉണ്ണിമുകുന്ദനാണെന്നും വിഷ്ണുവിന് സംവിധാനം അറിയില്ലെന്നും മുരളി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു.